നാട്ടുവിശേഷങ്ങളിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ആ രാമായണത്തെ പഴയകാലത്ത് നമ്മുടെ വീടുകളിൽ ദിനപ്രതി വായിച്ചിരുന്നെങ്കിൽ ഇന്ന് രാമായണത്തിലെ കഥാപാത്രമായ കുംഭകർണന് 6 മാസമാണ് ഉറക്കമെങ്കിൽ രാമായണം എന്ന പുസ്തകത്തിന് നമ്മുടെ വീട്ടിൽ 11 മാസം ഉറക്കവും 1 മാസം ഉണർവുമായിരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ എങ്കിലും വർത്തമാന സാഹചര്യത്തിൽ ഈ 1 മാസക്കാലം വളരെ ക്ഷേത്രങ്ങളിലും വീടുകളിലും സാംസ്കാരിക പ്രസ്ഥാനങ്ങളും സമുദായ പ്രസ്ഥാനങ്ങളുമൊക്കെ രാമായണ തിരുവൈകൾ വേണ്ടി സ്വീകരിച്ചുകൊണ്ട് രാമായണ മാസാചരണം നടക്കുന്ന ഈ കാലയളവിൽ പാലക്കാട് തലയ്ക്കൂടെ ഇന്ന് മനോഹരമായൊരു ആധ്യാത്മിക പ്രഭാഷണം സംഘടിപ്പിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ 3 വിഭാഗങ്ങളെ തിരിച്ചുകൊണ്ട് നടത്തുന്ന രാമായണ പാരായണ മത്സരം. ഏതാണ്ട് 65ഓളം പേരാണ് പേര് തന്നിട്ടുള്ളത്. പക്ഷെ അതിൽ 52 പേരും 45 വയസ്സിന് മുകളിലുള്ളവരാണ് എന്നതാണ് നമ്മൾ പുതിയ തലമുറ എത്രത്തോളം രാമായണത്തിൽ ഉൾക്കൊള്ളുന്നുണ്ട്. അവർക്കറിയാം രാമായണം എന്താണെന്ന്. കാരണം വീടുകളിൽ നിന്ന് 1 മാസം രാമായണ മാസാചരണം നടത്തുമ്പോൾ രാമായണം എന്ന് പേര് അവർ കേട്ടിട്ടുണ്ട്. പക്ഷെ അതിൻ്റെ ഈ പാരായണ മത്സരം സംഘടിപ്പിക്കുന്നത് പൂർണ്ണ സംതൃപ്തിയോടെ അല്ല. പക്ഷെ എന്താ കാര്യം എന്ന് വെച്ചാൽ പാരായണം നടത്തിയതിൻ്റെ കാര്യമില്ല, അതിൻ്റെ സാരാംശങ്ങളാണ് നമ്മുടെയൊക്കെ ഓരോരുത്തരുടെയും മനസ്സിലേക്ക് വരേണ്ടത്. അപ്പോൾ ചെറിയ പുസ്തകം നിങ്ങൾക്ക് തരുന്നുണ്ട്. നമ്മുടെ ഗീതാ പ്രവർത്തനം അല്ലെങ്കിൽ ഗീതയുടെ മഹാത്മ്യം, ഗീത സമകാലിക ജീവിതത്തിൽ വേണ്ടതായ കാര്യങ്ങളെക്കുറിച്ച് ഗീതയെക്കുറിച്ചുള്ള അറിവ് കൊടുക്കുന്നതിന് വേണ്ടിയുള്ള നമ്മുടെ പ്രവർത്തനം നമ്മൾ ആരംഭിക്കുകയാണ്. ഇന്ന് പാരായണം കഴിയുമ്പോൾ എല്ലാവർക്കും ഒരു പുസ്തകം ഗീതയുടെ തന്നുകൊണ്ടാണ് നമ്മളതിൻ്റെ പ്രവർത്തനം നടത്തുന്നത്. ആ ഗീതാ പുസ്തകം സ്വാമി ചിന്മയാനന്ദ സ്വാമി ഗീതയുടെ പ്രചാരകനായ ഗീത ലോകമാകെ പ്രചരിപ്പിച്ച ചിന്മയാനന്ദ സ്വാമി അദ്ദേഹത്തിൻ്റെ വ്യാഖ്യാനമടങ്ങുന്ന ചിന്മയ ഗ്രൂപ്പ് ഇറക്കുന്ന പുസ്തകമാണ് എല്ലാവർക്കും ഇന്ന് തരുന്നത്. ആ ചിന്മയ ഗ്രൂപ്പിൽ നിന്ന് നമുക്ക് ലഭിച്ച പുസ്തകം വളരെ സന്തോഷത്തോടുകൂടി നന്ദിയോടുകൂടി ഇവിടുത്തെ സ്വാമിജി അശേഷദാസ് സ്വാമിയെയും ചിന്മയ മിഷൻ സെക്രട്ടറി സുധാകരനെയും നന്ദിയോടെ സ്മരിക്കുകയാണ്. നമുക്ക് വേണ്ടതായ പുസ്തകമൊക്കെ സൗജന്യമായിട്ടാണ് അവർ തന്നത് എന്ന കാര്യം കൂടി ഈ അവസരത്തിൽ പങ്കുവെച്ചുകൊണ്ട് ശ്രീ രാമായണ മാസാചരണം മഹത്വപൂർണ്ണമാകട്ടെ, ഗുരുപരമ്പരകളുടെയും ഈശ്വരൻ്റെയും ഒക്കെ അനുഗ്രഹം ലഭിക്കട്ടെ, ഉണ്ടാകട്ടെ നമുക്ക് ഏവർക്കും എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അധികമായിട്ട് രാമായണത്തെക്കുറിച്ചൊന്നും പറയാതെ ഞാൻ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ഈ മാസാചരണത്തിന് അധ്യക്ഷസ്ഥാനം അലങ്കരിക്കുന്ന യൂണിയൻ്റെ വൈസ് പ്രസിഡന്റ് ശ്രീ കെ ശിവാനന്ദൻ അവരുടെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കുന്ന താലൂക്ക് യൂണിയൻ്റെ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കെ മേനോൻ സാറിനെ സ്നേഹപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. പാരായണം ചെയ്യുമ്പോൾ നമ്മൾ എന്ത് മനസ്സിലാക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അതിൻ്റെ ഓരോ പല വിധത്തിലുള്ള ഉപദേശങ്ങളും നമുക്ക് പല ഇത് തരുന്നുണ്ട് അല്ലേ. ആയസ് പോകുന്നത് ഏതോ പറഞ്ഞില്ല മായാസമുദ്രത്തിൽ മുങ്ങിക്കിടക്കവേ അല്ലേ. ഇത് കൊടുത്തത് ശ്രീരാമൻ ലക്ഷ്മണൻ കൊടുത്ത ഉപദേശം. നമുക്ക് ഈ കാലത്ത് പ്രസക്തിയില്ലേ, ദിവസം കഴിക്കും അടുത്ത വരും. പക്ഷെ നമ്മളെ നിയറിങ് ഓർ റീച്ചിങ് ഓർ ഗോയിങ് ടുവേഴ്സ് ദ ഡെത്ത് അല്ലേ. നമുക്ക് പ്രായം കൂടുന്നു, നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ പിറന്നാൾ ആഘോഷിക്കുന്നു. പക്ഷെ ആഘോഷത്തിന് ഭയങ്കര വിഷമമുള്ള കാര്യമാണ്. കാരണം അടുത്ത വർഷം പിന്നെയും 1 വയസ്സ് കൂടുകയാണ്. അതുപോലെ ഈ കാര്യങ്ങളെല്ലാം ആനുകാലിക പ്രസക്തിയുള്ളതാണ്. അതായത് വേറെ ഒരു പെണ്ണ് ലക്ഷ്മി അസ്ത്രീയല്ലോ മനുഷ്യർക്ക്, ശരിയല്ലേ. ലക്ഷ്മി അവർക്ക് സ്ഥിരമായിരിക്കാറുണ്ട്. ഇത് ഇത്തരത്തിലുള്ള ഓരോ ഉപദേശങ്ങളുണ്ട്. പിന്നെ നമ്മുടെ ലക്ഷ്മണനെ കൊടുക്കുന്നുണ്ട്, ലക്ഷ്മണനുണ്ട്, നമ്മുടെ രാവണനെ കൊണ്ട് ഉപദേശം വായിക്കുന്നുണ്ട്, സുഗ്രീവന് കൊടുക്കുന്നുണ്ട്. ഓരോരുത്തരും കൊടുക്കുന്ന ഉപദേശങ്ങളെല്ലാം നമുക്കുള്ളതാണ്. അത് ഇൻഡയറക്റ്റ് ആയിട്ട് പറഞ്ഞു പോകുന്നതെന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ അത് മനസ്സിലാക്കണം. അത് വെറുതെ വായിച്ചിട്ട് എൻ്റെ അഭിപ്രായമാണ്, വെറുതെ വായിച്ച് 30 ദിവസം കൊണ്ട് വായിച്ച് തീർത്തിട്ട് ഒരു പ്രയോജനമില്ല. വായിക്കുമ്പോൾ മനസ്സിലാക്കി അതിൻ്റെ ഓരോ ഉപദേശങ്ങളും മനസ്സിലാക്കി നമ്മുടെ ജീവിതത്തിൽ അത് പകർത്താൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാന കാരണം. സഹസ്രനാമ തത്തുല്യം രാമനാമ വരാനനേ. വ്യക്തികളും എങ്ങനെയാണ് പെരുമാറേണ്ടതെന്നും പഠിക്കാനുള്ള ഗ്രന്ഥമാണ് രാമായണം. എങ്ങനെ പെരുമാറണമെന്ന് പഠിക്കാൻ രാമായണവും എങ്ങനെ പെരുമാറരുതെന്ന് പഠിക്കേണ്ടത് മഹാഭാരതവുമാണ്.
തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ അങ്ങനെയാണ്. അപ്പോൾ രാമായണ പഠനം എന്നുള്ളത് ഇവിടെ മേനോൻ സാറൊക്കെ പറഞ്ഞതുപോലെ വെറുതെ പറഞ്ഞുകൊണ്ട് കാര്യമില്ല. പാരായണം ചെയ്താൽ ഒരു ടൈം പാസിന് വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാമെന്ന് മാത്രം. നല്ലതാണ്, കുഴപ്പമില്ല. വേറെ കാര്യങ്ങൾ ദുഷ്കർമ്മങ്ങളൊന്നും ചെയ്യുന്നില്ലല്ലോ. പാരായണം ചെയ്ത് അത്രയും നമുക്ക് ആ ടൈമിനെ സ്പെൻഡ് ചെയ്യാം, നല്ലതാക്കാം, സമയത്തെ ധന്യമാക്കാം രാമായണ പാരായണം. പക്ഷെ അതിൽ കൂടുതൽ പ്രസക്തിയുള്ളത് നിത്യജീവിതത്തിൽ അത് കുറച്ചെങ്കിലും ഇപ്പം ഭഗവത്ഗീതയെ പിന്നെ ഇവിടെ ഭഗവത്ഗീതയും കൂടി പറഞ്ഞല്ലോ കൃഷ്ണകുമാർ. അപ്പോൾ ഭഗവത്ഗീത 700 ശ്ലോകങ്ങൾ ആണ്. 701 പറയുന്നത്, പക്ഷെ അതിലൊക്കെ ഡ്യൂപ്ലിക്കേഷൻ ഉണ്ട്. 2-3 ശ്ലോകങ്ങൾ റിപ്പീറ്റ് ചെയ്യുന്നത് കുറച്ച്. അപ്പോൾ അതിൽ ഈ 700 കൊള്ളികളുള്ള ഒരു തീപ്പെട്ടിനെയാണ് ഉപദേശിക്കാറ് പതിവ്. വൈദ്യലിംഗ ശർമ്മ സാറ് പ്രഭാഷണത്തിൽ ഇത് പറഞ്ഞുകൊണ്ട് ചോദിക്കാറുണ്ട്, ആരെങ്കിലും സദ്യ കണ്ടിട്ട്, സദ്യക്ക് കങ്കേമമായ സദ്യ കണ്ടിട്ട് ചോദിക്കാറുണ്ടോ, ഓ ധാരാളം തീപ്പെട്ടി ചിലവായിട്ടുണ്ടാവും എന്ന് ആരെങ്കിലും ചോദിക്കാറുണ്ടോ എന്ന് അദ്ദേഹം ചോദിക്കാറുണ്ട്. ഇല്ല, ഒറ്റ തീപ്പെട്ടി കൊല്ലി മതി. അതേപോലെ 700 ശ്ലോകങ്ങളുള്ള ശ്രീമദ് ഭഗവത്ഗീതയിലെ ഒറ്റ ശ്ലോകം നമ്മുടെ ജീവിതത്തിൽ പകർത്തുകയാണെങ്കിൽ സദ്യ കേമമാകുന്നത് വരെ ജീവിതവും ധന്യമാകും. സമയം ഒരു സംശയമില്ലാത്ത കാര്യമാണ്. അപ്പം അതുകൊണ്ട് നമ്മളുടെ രാമായണത്തിൻ്റെ കാലിക പ്രസക്തിയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നമ്മൾ കുടുംബങ്ങളിലേക്കാണ് പോകുന്നത്. കുടുംബങ്ങൾ കുറച്ചുകൂടി പോയി കഴിഞ്ഞാൽ വ്യക്തിയിലേക്ക് പോകും. ഇൻഡിവിജ്വലായിട്ട് ഓരോ വ്യക്തിയിലേക്കും പോകുമ്പോഴാണ് അതിൻ്റെ സാരാംശം വരുന്നത്. അതാണ് വ്യക്തിശാന്തിയാണ് വിശ്വശാന്തിക്ക് അടിസ്ഥാനം. വ്യക്തിയിൽ ശാന്തി ഉണ്ടാകുമ്പോൾ വിശ്വത്തിൽ ശാന്തി ഉണ്ടാവും. അബ്ദുൽ കലാം ജി ഒരു തവണ യൂറോപ്യൻ യൂണിയൻ്റെ സമ്മേളനത്തിൽ പോയിട്ട് സംസാരിച്ചപ്പോൾ സ്വാമി വിവേകാനന്ദന് ശേഷം ഈസ്റ്റിൽ നിന്ന് വന്ന ഒരാൾക്ക് വെസ്റ്റിൽ കിട്ടിയ ഏറ്റവും വലിയ കയ്യടി കിട്ടിയത്രേ. അദ്ദേഹം പറഞ്ഞ വേർഡ്സ് എന്താ അറിയോ? വെൻ ദർ ഈസ് റൈറ്റസ്നെസ് ഇൻ ദ ഹാർട്ട്, ദർ ഈസ് ബ്യൂട്ടി ഇൻ ക്യാരക്ടർ. When there is beauty in character, there is harmony in home. When there is harmony in home, there is order in the nation. And when there is order in the nation, there is peace in the world. ലോകസമാധാനത്തെക്കുറിച്ചായിരുന്നു അവിടെ ചർച്ച. ലോകസമാധാനം എങ്ങനെ എന്ന് പറഞ്ഞപ്പോൾ ആദ്യത്തെ ലൈനും രണ്ടാമത്തെ ലൈനും മാത്രം അദ്ദേഹം രണ്ടാമത് റിപ്പീറ്റ് ചെയ്തു. When there is righteousness in the heart, there is peace in the world. എപ്പോഴാണോ ഹൃദയത്തിൽ, ഇപ്പൊ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന് ഹൃദയത്തിൽ ധർമ്മമുണ്ടെങ്കിൽ ലോകത്ത് എന്തൊക്കെ കാര്യം നടക്കും? അവിടെയാണ് നമ്മുടെ ലീഡർഷിപ്പിന്റെ ഒക്കെ ഈ സനാതന ധർമ്മത്തിന്റെ അടിസ്ഥാനം. പാലക്കാട് താലൂക്ക് NSS യൂണിയന്റെ രാമായണ മാസാചരണം താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് KK മേനോൻ ഉദ്ഘാടനം ചെയ്തു. യൂണിയൻ വൈസ് പ്രസിഡന്റ് K ശിവാനന്ദൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ രാമായണ പഠനത്തിന്റെ കാലിക പ്രസക്തി എന്ന വിഷയത്തെ ആസ്പദമാക്കി AM പ്രഭാകരൻ നായർ മുഖ്യപ്രഭാഷണം നടത്തി. യൂണിയൻ സെക്രട്ടറി N കൃഷ്ണകുമാർ, ആധ്യാത്മിക വിഭാഗം കോർഡിനേറ്റർ സോമസുന്ദരൻ മാസ്റ്റർ, നെന്മാറ NSS കോളേജ് അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ സുജ, NSS ഇൻസ്പെക്ടർ KS അശോക് കുമാർ, യൂണിയൻ ഭാരവാഹികളായ R സന്തോഷ് കുമാർ, P സന്തോഷ് കുമാർ, മോഹൻദാസ് പാലാട്ട്, B രാജമോഹൻ, C കരുണാകരൻ ഉണ്ണി, A അജി, KP രാജഗോപാൽ, C വിപിനചന്ദ്രൻ, രമേശ് അല്ലത്ത്, K പ്രദീപ് കുമാർ, CN പ്രസന്നകുമാരൻ നായർ, R ബാബു സുരേഷ്, ബാലകൃഷ്ണൻ കൂട്ടാല, J ബേബി ശ്രീകല, അനിത ശങ്കർ, വത്സല ശ്രീകുമാർ, V നളിനി, വത്സല പ്രഭാകർ, സുനിത ശിവദാസ്, സുധ വിജയകുമാർ, സതി മധു, വിജയകുമാരി വാസുദേവൻ എന്നിവർ പ്രസംഗിച്ചു. 3 ഗ്രൂപ്പുകളായി നടന്ന രാമായണ പാരായണ മത്സരത്തിൽ താഴെ പറയുന്നവർ വിജയിച്ചു. 10 വയസ്സ് മുകളിൽ 20 വയസ്സ് വരെയുള്ളവരുടെ വിഭാഗം 1ാം സ്ഥാനം നിവേദ്യ K കുമാർ എടത്തറ, 2ാം സമ്മാനം ദേവാനന്ദ് നഗരിപ്പുറം, 3ാം സ്ഥാനം സുഹൃത M കൊട്ടേക്കാട് തെക്കേത്തറ, 21 വയസ്സ് മുതൽ 45 വയസ്സ് വരെയുള്ളവരുടെ വിഭാഗം 1ാം സമ്മാനം അനഘ G നായർ തേനൂർ, 2ാം സ്ഥാനം മണികണ്ഠൻ കേരളശ്ശേരി, 3ാം സ്ഥാനം ഉഷകുമാരി പുതുശ്ശേരി. 45 വയസ്സിനും മുകളിലുള്ള വിഭാഗം 1ാം സ്ഥാനം പുഷ്പവല്ലി നമ്പ്യാർ കുന്നത്തൂർമേട്, 2ാം സ്ഥാനം സീതാ ഗോവിന്ദൻകുട്ടി ഒലവക്കോട്, 3ാം സ്ഥാനം ബേബി സരോജ സിവിൽ സ്റ്റേഷൻ എന്നിവർ നേടി. പങ്കെടുത്ത 70ഓളം പേർക്ക് ഭഗവത്ഗീത പുസ്തകം സമ്മാനമായി നൽകുകയും വിജയികൾക്ക് സമുദായ ആചാര്യൻ
മന്നത്ത് പത്മനാഭന്റെ ഫ്രെയിം ചെയ്ത ചിത്രം സമ്മാനമായി നൽകുകയും ചെയ്തു. വളരെ ഭക്തി പുരസ്കരമായിരുന്നു രാമായണ പാരായണം നടത്തിയതെന്ന് ഭാരവാഹികൾ അറിയിച്ചു. വളരെ പ്രൗഢഗംഭീരമായി തന്നെ രാമായണ മത്സരം നടന്നതായും വളരെ സന്തോഷപ്രദമായി ഈ മത്സരം എന്ന് മത്സരത്തിൽ പങ്കെടുത്ത മത്സരാർത്ഥികളും പറഞ്ഞു. ഏറെ ഉപകാരപ്രദമായ പഠനോപകാരമായ ഒരു പ്രവർത്തനമായിരുന്നു രാമായണ പാരായണ മത്സരമെന്ന് പങ്കെടുത്തവർ പറഞ്ഞു. കരയോഗം അംഗങ്ങൾ ഇന്ന് ഏറ്റവും ഈ പരിപാടിയെ മനോഹരമാക്കിയ നിങ്ങൾ ഓരോരുത്തരും രാമായണം പാരായണം ചെയ്ത ഇന്ന് നിങ്ങളുടെ ദിവസമായിരുന്നു. ഏറ്റവും ധന്യമായ ദിവസം എന്ന് തന്നെ പറയട്ടെ. ഈ രാമായണ മാസത്തിൽ രാമായണം ഇവിടെ വന്ന് ആലപിക്കാനും അതുപോലെ തന്നെ നമ്മളുടെ സമുദായത്തെ അല്ലെങ്കിൽ നമ്മളുടെ സമുദായ സംഘടനയെ കുറച്ചുകൂടി ശക്തിപ്പെടുത്താനും നമ്മൾ ഓരോരുത്തരും ശ്രമിച്ചു എന്നതിൻ്റെ ആദ്യത്തെ ഒരു തെളിവ് തന്നെയാണ് ഈ രാമായണ പാരായണം. നമുക്കറിയാം, നമ്മളുടെ ഈ താലൂക്ക് യൂണിയൻ വിവിധ പരിപാടികളോടുകൂടി തന്നെ വളരെ മുൻഗണനയിൽ ഇങ്ങനെ പാലക്കാട് തേജസ്സുറ്റ് നിൽക്കുകയാണ്. നമ്മുടെ ജനറൽ സെക്രട്ടറി അടക്കം വന്ന് ഏറ്റവും നല്ല പരിപാടിയോടുകൂടി പാലക്കാടിനെ പ്രകമ്പനം കൊള്ളിച്ച ധാരാളം പരിപാടികളോടുകൂടി തന്നെ നടന്നു വന്ന കുറേ പരിപാടികളിൽ ഒരു എളിയ പരിപാടി മാത്രമാണ് ഇന്നത്തെ ഈ രാമായണ ദിനാചരണം. അതിൽ വളരെ മുതിർന്നവരും അതുപോലെ തന്നെ വളരെ ചെറിയ കുട്ടികളും വളരെ നിലവാരത്തോടു കൂടി തന്നെ പാടി അത് അവതരിപ്പിച്ചു എന്നതിൽ വളരെ കൃതാർത്ഥത തോന്നുന്നു. നമ്മളുടെ ഇടയിൽ ഇത്രയും നന്നായി രാമായണം വായിക്കാനും രാമായണത്തെ അറിയാനും രാമായണത്തെക്കുറിച്ച് രാവിലെ ഒരു രാമായണത്തിൻ്റെ കാലിക പ്രസക്തിയെക്കുറിച്ച് ഒരു പ്രഭാഷണം കേട്ടു. വളരെ നന്നായിട്ട്, എത്ര നന്നായിട്ടാണ് അദ്ദേഹം ഇന്നത്തെ ആനുകാലികമായ പല കാര്യങ്ങളെയും ചേർത്തിണക്കിക്കൊണ്ട്, എപ്പോഴും നമുക്ക് അനുഭവങ്ങൾ പറയുമ്പോഴാണ് നമ്മളുടെ ഓർമ്മകളിൽ അത് എന്നെന്നും തങ്ങി നിൽക്കുക. അങ്ങനെ ധാരാളം അനുഭവങ്ങളിലൂടെ അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളുടെയും അതുപോലെ തന്നെ നമ്മളുടെ കൂടെ ഇരിക്കേണ്ട നമ്മളുടെ മക്കളെ പോലെയുള്ള കുട്ടികളുടെയും ഒക്കെ കഥ പറഞ്ഞ് നമ്മളുടെ ഉള്ളിൽ രാമായണത്തിൻ്റെ ആ സന്ദേശത്തെ എത്തിച്ചു, രാമായണത്തിൻ്റെ കാലിക പ്രസക്തിയെ എത്തിച്ചു. ഇനിയും നിങ്ങൾ ഓരോരുത്തരും ഈ രാമായണ പാരായണം വളരെ ശ്രദ്ധയോടുകൂടിയും വളരെ ഇഷ്ടത്തോടുകൂടിയും എടുത്തുകൊണ്ട് ഇതുപോലെ തന്നെ വളരെയേറെ നല്ല പരിപാടികളോടുകൂടി നടത്താൻ ഇനിയുമുള്ള വർഷങ്ങളിൽ നമുക്ക് കഴിയുമാറാകട്ടെ എന്ന് പ്രത്യാശിക്കുകയാണ്. അതുപോലെ തന്നെ കുട്ടികളുടെ പാർട്ടിസിപ്പേഷൻ കുറച്ച് കുറവായി തോന്നി. മുതിർന്നവരുടെ പാർട്ടിസിപ്പേഷനാണ് വളരെയേറെ തോന്നിയത്. അപ്പോൾ നിങ്ങൾ ഓരോരുത്തരും വീടുകളിൽ ചെന്ന് നിങ്ങളുടെ പേരക്കുട്ടികളോടും അതുപോലെ തന്നെ കുട്ടികളോടും ഒക്കെ രാമായണം വായിക്കാനും നിരന്തരം അത് രാമായണം കർക്കിടക മാസത്തിൽ മാത്രമല്ല നിരന്തരം പാരായണം ചെയ്യിപ്പിക്കാനും, ഏറ്റവും നന്നായി മലയാളം പഠിക്കണമെങ്കിൽ നമ്മൾ രാമായണം കുട്ടികളെ വായിക്കാൻ പഠിപ്പിച്ചാൽ മതി. രാമായണം പഠിച്ചു കഴിഞ്ഞാൽ മലയാളം പഠിച്ചു കഴിഞ്ഞു എന്നാണ് അർത്ഥം. അപ്പൊ അതുകൊണ്ട് എല്ലാ മുത്തശ്ശിമാരും അതുപോലെ അമ്മൂമ്മമാരും അച്ഛന്മാരും ഒക്കെ പിന്നെ ഏറെ സന്തോഷം തോന്നി. കുറെ പുരുഷ കഥാപാത്രങ്ങള് രാമായണം ചൊല്ലി. അപ്പോൾ മറ്റ് ഭാഗങ്ങളിലൊക്കെ ജഡ്ജ്മെന്റിന് പോകുമ്പോൾ എപ്പോഴും സ്ത്രീകളെ മാത്രമാണ് ജഡ്ജ് ചെയ്യേണ്ടി വരാറ്. അപ്പോൾ നല്ല സന്തോഷം തോന്നി. പുരുഷന്മാരുടെ പ്രാതിനിധ്യവും ഈ രാമായണ പാരായണത്തിൽ കണ്ടപ്പോൾ ഒരു ഗൃഹം കൊണ്ടുപോവേണ്ടതിൻ്റെ ഒരു ഗൃഹത്തിൻ്റെ നേതൃത്വം വഹിക്കേണ്ടവർക്ക് ഈ രാമായണത്തിൻ്റെ ആശയത്തെക്കുറിച്ചും രാമായണത്തിൻ്റെ സന്ദേശത്തെക്കുറിച്ചുമൊക്കെ ധാരാളം ഗഹനമായ ആശയങ്ങൾ അവരുടെ ഉള്ളുകളിലേക്ക് തുറന്നു വരട്ടെ. എല്ലാവരുടെ മനസ്സിലും രാമായണത്തിൻ്റെ ചിന്തകൾ അലയടിക്കുമാറാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു.